സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തുല്യ പങ്കിന് അവകാശം തന്നെയാ പ്രിയയ്ക്ക്. പ്രിയയ്ക്ക് 50% കിട്ടും. താങ്ക് യു സാക്ഷി. പ്രിയ അഡ്വക്കേറ്റ് നന്ദഗോപന്റെ മകളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ എങ്ങനെ കിട്ടിയെന്ന് പ്രിയ ഞങ്ങളോട് പറഞ്ഞില്ല. ഇവൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്താ പ്രിയ? ദൈവം എന്റെ കൺമുന്നിൽ കാണിച്ചു. അല്ല, ഇപ്പൊ എന്താ അങ്ങനെ ചോദിച്ചു? പ്രിയ അഡ്വക്കേറ്റ് നന്ദഗോപന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഓക്കെ സാക്ഷി. ബൈ. ആർത്തി പിടിച്ചവള് തന്നെയാ. നീ എന്തിനാ അവൾക്ക് 50% കൊടുക്കാമെന്ന് പറഞ്ഞത്? 50% ഇവൾക്കോ? അച്ഛൻ സമ്മതിച്ച 30% പോലും ഇവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. നന്ദഗോപന്റെ മകളായ ആ രേഖകളെ കുറിച്ച് ചോദിച്ചപ്പോ അവളുടെ മുഖമിളറിയത് കണ്ടു. ഞാൻ ശ്രദ്ധിച്ചു. എന്തായാലും ഇപ്പൊ ഇവള് നമ്മുടെ കൂടെ വേണം, അഡ്വക്കേറ്റ് അർജുനെ ഒതുക്കാൻ. പിന്നെ ഒരാവശ്യം വന്നാൽ അഡ്വക്കേറ്റ് നന്ദഗോപനെ കൂടെ നിർത്താൻ. അതിനൊക്കെ തൽക്കാലം ഇവള് കൂടെ വേണം. തൽക്കാലത്തേക്ക് മാത്രം. ഹലോ ആന്റി, അവിടെ എന്തായി കാര്യങ്ങള്? സൂപ്പർ വർക്കൗട്ട്. അവള് വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറി മാറ്റി ഞാൻ അഴുകിയ പച്ചക്കറി ഇട്ടു. പിന്നെ അവളെ എല്ലാവരുടെ മുൻപിൽ കള്ളിയാക്കുകയും ചെയ്തു. കള്ളിയോ? എങ്ങനെ? കള്ളിയാക്കി. സാധനം വാങ്ങാൻ കൊടുത്തയച്ച പൈസയുടെ ബാക്കി കൊണ്ടുവന്നില്ല. അവളുടെ സ്വഭാവം വെച്ച് അവൾ ആർക്കെങ്കിലും ദാനം ചെയ്ത് കാണും. ചിലപ്പോ അനുമോള് പറഞ്ഞില്ലേ സ്നേഹസദനത്തിലെ ആ കളവീനെ അവള് റോഡിൽ കണ്ട കാര്യം? മീനാക്ഷി അമ്മ. ചിലപ്പോ ആ തള്ളയ്ക്ക് തന്നെ കൊടുത്തു കാണും. പക്ഷെ ഞാൻ അതിലങ്ങ് വെച്ച് പിടിച്ചു മോളെ. മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ ഇറ എല്ലാം വരപ്പിച്ചു. അമ്മേ, എന്റെ ഫോൺ ഹാങ് ആയി, ഓൺ ആവുന്നില്ല. മോളെ ഒരു മിനിറ്റ്, ഫോൺ വെച്ചയാളല്ലേ? എന്തോ നടിയതു? ഫോൺ ഹാങ് ആയി, ഓപ്പൺ ആവുന്നില്ലെന്ന്. ആനക്കാര്യത്തിനിടയിൽ ഒരു ചേനക്കാര്യം. പോയി അഖിലേട്ടനോടോ സായുച്ചോടോ പറ. അമ്മേ പ്ലീസ് അമ്മേ. ഒറ്റടിയും വെച്ചോന്നുണ്ടല്ലോ. ഒന്ന് പോകുന്നുണ്ടോ നീ? മോളെ, ഐഷുമോളുടെ ഫോണിന് എന്തോ പറ്റി. ഐഷുമോളെ ഭാവിയിലെ ക്യാമറ വുമണാ, ഉറപ്പാ. ക്യാമറ വുമൺ. ആന്റി, പൂജയുടെ കാര്യം പറ. അവളെ കള്ളിയാക്കിട്ട് മാധുരി ചേച്ചിയും എന്തിന് കനകം പോലും അവളെ കൈവിട്ടു. വൈകുന്നേരം എല്ലാവരുടെയും മുൻപിൽ ഈ കേസ് അവതരിപ്പിക്കാൻ വച്ചതാ. പക്ഷെ അമ്മ ഇപ്പൊ അല്പം ഒന്ന് തണുത്തതുപോലെയാ. എനിക്ക് തോന്നുന്നു അവള് മാധുരി ചേച്ചിയുടെ കാല് പിടിച്ചു കാണും. ആന്റി, അവളെ അടിച്ചൊതുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാ, കള്ളിയാക്കണം. ഓരോ ദിവസവും അവള് കള്ളിയായിക്കൊണ്ടേയിരിക്കണം. ഇന്ന് രൂപ കാണാനില്ല എന്ന് പറഞ്ഞാണ് കള്ളിയായതെങ്കിൽ നാളെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ് കള്ളിയാവണം. സൂപ്പർ, ഗ്രേറ്റ്. ഫോണിൽ കൂടെ ആയതുകൊണ്ടൊന്ന് കൈ തരാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ ഏറ്റുമോളെ, 2 ദിവസത്തിനുള്ളിൽ അവളെ വീണ്ടും കള്ളിയാക്കും. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യും. അതോടെ അർജുനും അവളെ കൈയൊഴിയും. ഓക്കെ ആന്റി, കാര്യങ്ങൾ എങ്ങനെയാ നീങ്ങുന്നെന്ന് എന്നെ വിളിച്ചറിയിച്ചോണ്ടേയിരിക്കണം. അർജുൻ വന്നോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. മോള് സങ്കടപ്പെടാതെ, അർജുൻ മോക്കുള്ളതാ. അർജുൻ ഓഫീസിൽ നിന്ന് വരുന്നതും കാത്ത് ഇനി മോളായിരിക്കും ഇവിടെ നിൽക്കാൻ പോകുന്നത്.
ഏതായാലും ഇന്ന് രാത്രി അവക്ക് ഒരു ഡോസും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മോളെ വിളിക്കാം. ഓക്കെ, ശരി. ശരി. അമ്മേ, അമ്മേ, എന്താ മോളെ? സാറ് അജുവേട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല, എന്താ കാര്യം? അല്ല, അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. എന്താ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അല്ലമ്മേ, ഇന്ന് കേസിന്റെ കുറച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് വിളിക്കാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. അവന്റെ തിരക്കറിഞ്ഞൂടെ മോളെ? ചിലപ്പോ കോടതിയിലായിരിക്കും. അതെ, പക്ഷെ ഒന്ന് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുമായിരുന്നു. ഞാനാണെങ്കിൽ അച്ഛന്റെ ആ കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാതെ ആകെ ടെൻഷനില്ല. സമാധാനായിട്ടിരിക്കും മോളെ. പുറത്തു പോകുന്ന ആണുങ്ങള് വീട്ടിലിരിക്കുന്നവരുടെ പേടിയും വെപ്രാളവും ഒന്നും മനസ്സിലാക്കില്ല. അവർക്ക് 100 കൂട്ടം കാര്യങ്ങൾ കാണും ചിന്തിക്കാൻ. പക്ഷെ വീട്ടിലിരിക്കുന്നവർക്ക് ഒറ്റ ചിന്തയെ കാണൂ, പുറത്തു പോയവരെ കുറിച്ച് മാത്രം. മുമ്പൊക്കെ ആനന്ദേട്ടന് ഇതേ സ്വഭാവമായിരുന്നു. മീറ്റിംഗ് ഒക്കെയായി വരാൻ താമസിക്കും, വിളിച്ച ഫോണിൽ കിട്ടത്തുമില്ല. പുറത്തു പോയവര് വൈകുമ്പോ വീട്ടിലിരിക്കുന്ന നമുക്ക് ആദ്യം നെഗറ്റീവ് ചിന്തകളായിരിക്കും മനസ്സിൽ വരിക. പിന്നെ കേസിന്റെ കാര്യം, അച്ഛനെ രക്ഷിക്കുമെന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷിച്ചിരിക്കും, സംശയമൊന്നും വേണ്ട. ആ, ദേ വന്നല്ലോ. മോനെ, നിനക്കൊന്ന് വിളിക്കുമ്പോ ഫോൺ എടുത്തൂടേടാ. ദേ, ഇവിടെ ഒരാളാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിക്ക. അയ്യോ സോറി ഡിയർ, ഇന്നേ ഹെവി വർക്കായിരുന്നു, അതുകൊണ്ടല്ലേ ഏട്ടന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തെ. പിണങ്ങിയോ? ദേ, കണ്ടില്ലേ, ഇപ്പൊ സമാധാനായല്ലോ. അല്ല, കേസിന്റെ കാര്യത്തിന് സാർ വിളിച്ചില്ല. അല്ല, കേസൊക്കെ അവിടെ നടക്കും. കേസ് ജയിക്കോ തോക്കോന്നൊക്കെ വാദം കഴിഞ്ഞല്ലേ പറയാൻ പറ്റൂ. മോള് വന്നേ, പറയട്ടെ. അയ്യോ സാർ, അജുവേട്ടാ, കേസ് ജയിപ്പിച്ച് അച്ഛനെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞതല്ലേ? മോളെ, എന്ന് പറഞ്ഞ ജഡ്ജിയല്ലേ വിധി പറയണ്ടേ? മോള് വന്നേ, പറയട്ടെ. എന്തായാലും ജയിപ്പിക്കാന്ന് വാക്ക് കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ദേ, നീ ജയിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ജയിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതാ. അജുവേട്ടന്റെ ചക്കര കുട്ടി വന്നേ, ഏട്ടാ പറയട്ടെ. സാർ എന്താ പറഞ്ഞേ? കേസിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ലെന്നോ? എനിക്ക് ഭ്രാന്ത് കയറി നിൽക്കുക. ആ, തനിക്ക് മാത്രമല്ല എനിക്കും ഭ്രാന്ത് കയറി നിൽക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, കേസിന്റെ കാര്യങ്ങൾ ഈ മുറിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. കേസിന്റെ കാര്യങ്ങൾ എങ്ങനെയാ, തന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടി ചെവി വട്ടം പിടിച്ച് നടക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ, അതറിയില്ലേ? ഒരു കാര്യം ചെയ്യാം, മുറ്റത്തൊരു മൈക്ക് കെട്ടി വെച്ച് പറയാം, കേസിൽ ഇന്നാരെയാണ് സംശയം, ഇന്നയാളെയും പ്രതിയാക്കാന്നൊക്കെ. എന്താ പോരെ? അല്ല, അച്ഛന്റെ കാര്യമായതുകൊണ്ട് ഒരു സമാധാനമില്ല, അതുകൊണ്ടാ. അത് ശരി, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ സമാധാനം കളയാവുന്ന അല്ലേ? ദേ, ഇപ്പൊ ശത്രു നിരയിലെ നന്ദനങ്ങളും സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഇന്നിവിടെ കുറച്ച് സംസാരങ്ങളൊക്കെ നടന്നു. അയ്യോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വീടിനകത്ത് എന്ത് സംസാരിക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം. ഇവിടെ ചൂരകൾക്ക് പോലും കാതുണ്ട്. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം സർ. ആ, ഇനി കേസിന്റെ കാര്യം. സ്നേഹസദനത്തിലുള്ളവര് ഇപ്പോഴെവിടേക്കാണ് താമസിക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ശേഖരിക്കുക. നാളെയും കൂടി അതിനുള്ള പ്രിപ്പറേഷൻ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാവും. സമാനായിട്ടിരിക്കേ. താങ്ക് യു സർ. അല്ല, അതുപോട്ടെ, സാറെന്തിനാ എന്റെ ദേഹത്തെ തൊട്ടത്, കവളത്ത് നുള്ളിയത്? എനിക്ക് നുള്ളാനങ്ങ് കൊതിയായിട്ട്. അയ്യേ. എടോ,
നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ തല ചുറ്റി വീഴാൻ തയ്യാറായിട്ട് അമ്മ നിൽക്കുന്നേ. സത്യത്തിലൊന്ന് ഹഗ് ചെയ്യണമെന്നാ വിചാരിച്ചേ. ഹഗ്ഗും ഒന്നാമത് ഞാൻ ആകെ വട്ടായിട്ട് നിൽക്കുമായിരുന്നു. മാർക്കറ്റിൽ പോയതിന്റെ പ്രശ്നങ്ങളും കാശിന്റെ പ്രശ്നവും. മാർക്കറ്റിൽ പോയ അതെന്തിനാ മാർക്കറ്റിൽ പോയെ? സാധനങ്ങൾ ഇങ്ങോട്ട് വരുത്തിയാ പോരായിരുന്നോ? അല്ല സർ, മാർക്കറ്റിൽ പോയതൊന്നും സാരമില്ല. അതൊന്നും കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പറയേയില്ല. ഞാൻ എന്തായാലും ഒരു വേഷം കെട്ടി. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ നന്നായി അഭിനയിച്ചല്ലേ പറ്റൂ. എനിക്കും പലതും പറയണമെന്ന്, പക്ഷെ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല സർ. അങ്കിളെ അങ്കിളെ, ഈ ഫോൺ ഹാങ് ആയി, ഒന്ന് നന്നാക്കി തരുവോ? അങ്കിളോ? നീ എന്റെ മുറപ്പെണ്ണ. അർജുനേട്ടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. എനിക്ക് അങ്കിൾ എന്ന് വിളിക്കുന്നതാ ഇഷ്ടം. ഒന്ന് നന്നാക്കി താ അങ്കിളെ. അഖിലേട്ടന് സമയമില്ലെന്ന് പറഞ്ഞു. സാവി ചേച്ചി എന്നെ ഓട്ടിച്ചു വിട്ടു. പ്ലീസ് അങ്കിൾ. ശരി. നിന്നെ വലിയ ക്യാമറക്കാരിയാക്കാൻ പോവാണല്ലോ നിന്റെ അമ്മ. ആ, ഇതില് മുഴുവൻ ഞാൻ എടുത്ത വീഡിയോസാ. ഇന്ന് കൊറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓണാവുമ്പോ ഒന്ന് കണ്ടു നോക്ക്. കാണാം. ഇതെന്താ സംഭവം? സാർ അതൊന്ന് റീപ്ലേ ചെയ്തേ. അങ്കിള് ശരിയാക്കി താ. ഞാനെല്ലാം പറയാം സർ. അങ്കിളെ. മോള് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാ. അങ്കിളിന് കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കാം. അത് പറ്റില്ല, എനിക്കിപ്പൊ തന്നെ വേണം. മോള് പറഞ്ഞത് കേക്ക്. പോയിട്ട് വാ. ചെല്ല. എന്താണോ കാര്യം? ഞാൻ മാർക്കറ്റിൽ പോയി വന്നപ്പോ നടന്നതാ സർ. ഞാൻ വാങ്ങിയ നല്ല പച്ചക്കറികൾ മാറ്റി ആന്റി ചീഞ്ഞ പച്ചക്കറികൾ ഇട്ടതാ ഇപ്പൊ കണ്ടത്. പക്ഷെ ഞാൻ കടയിൽ നിന്ന് ചീഞ്ഞത് വാങ്ങിയെന്ന് പറഞ്ഞ് എന്നെ വല്ലാതെ ശകാരിച്ചു. സാറിനോടൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. അല്ല, ഇതിപ്പോ കണ്ടതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാ. അതുപോലെ പച്ചക്കറി വാങ്ങിയതിന്റെ ബാലൻസ് ഒരു പാവ സ്ത്രീക്ക് കൊടുത്ത് സഹായിച്ചു. പക്ഷെ അതിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ആ സ്ത്രീക്ക് കൊടുത്ത കാര്യം ഞാനിവിടെ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ കള്ളിയുമായി. പക്ഷെ അമ്മയ്ക്കെല്ലാം മനസ്സിലായി. ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞു. അത് ശരി. അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ സർ, സർ, സർ വേണ്ട സർ, പ്ലീസ്. അവർക്കല്ല, ഇപ്പൊ തനിക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത്. എടോ, എത്ര വട്ടം പറഞ്ഞതാ, ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങോട്ടും റിയാക്ട് ചെയ്യണം. എടോ, പ്രിയെ പോലെയോ അതിനേക്കാളും ഒക്കെയോ ഡേഞ്ചറസ് ആണ് ആന്റി. കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. സർ, ഒരു വർഷം എനിക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാലേ പറ്റൂ. സാറിന് പറയാം. പക്ഷെ മധു ആന്റിക്കും അച്ഛമ്മയ്ക്കും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അച്ഛനും ആ ഒരു മനോഭാവമാ. അപ്പോ അവര് വിചാരിക്കുന്നത് പോലെയല്ലേ നടക്കൂ. അതനുസരിച്ചു കൊടുത്തേ പറ്റൂ. എന്നാ പിന്നെ അനുസരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം അനുഭവിച്ചോ സർ? അന്ന് പ്രിയോട് പ്രതികരിച്ചപ്പോ അവിടെ നടങ്ങിയത് കണ്ടില്ലേ? അതേ നയം ദേ ഇവരോട് കാണിക്കണം. എന്താ പറ്റുമോ? ഞാൻ ശ്രമിക്കാം സർ. ശ്രമിക്കാമെന്നല്ല, ചെയ്യാമെന്ന് പറ. ആന്റി, അമ്മയ്ക്കൊരു ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ശരി മോളെ. വേണ്ട, താൻ ചായ ഇടാൻ പോണ്ട. അവർക്ക് വേണമെങ്കിൽ അവരിട്ട് കുടിക്കട്ടെ. അല്ല സർ, ചായ ഞാൻ തന്നെ ഇട്ട് കൊടുക്കാം. എന്താന്ന് വെച്ചാ ചെയ്യും. എന്റെ വസന്തേട്ടാ, അനുമോൾ ഇന്ന് സൂപ്പർ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഐഡിയ നേരാവണ്ണം വർക്കൗട്ട് ആയ ദേ
ഈ കൂജയെ നമുക്ക് പോലീസ് സ്റ്റേഷനിലല്ല ജയിലിൽ വരെ എത്തിക്കാം. അല്ല അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നിനക്ക് ദേഷ്യം തോന്നുന്നു? എന്താ? ബോറടിക്കുന്നില്ലേ? എന്തോന്നു? അല്ല, രാവിലെ ഉറക്കമണിയിട്ട് ഉറങ്ങുന്നത് വരെ ഒരേ കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോ ബോറടിക്കില്ലേ എന്ന്. എന്റെ കയ്യിന്ന് വല്ലതും വാങ്ങ്. നോക്ക്, നിങ്ങളുടെ തള്ള ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാതിരിക്കാനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇവളെ ഓടിച്ചില്ലെങ്കിലേ ഇവൾ അവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. അവള് ചായയായിട്ട് ഇങ്ങോട്ട് വരട്ടെ. അവളെ നിർത്തി പൊരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വസന്തേട്ടൻ സപ്പോർട്ട് ചെയ്തോണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അത് നിന്നെ കെട്ടിയത് മുതൽ ഞാൻ ആ ഒറ്റ കാര്യമല്ലേ ചെയ്യുന്നുള്ളൂ. ചായ ഇതുവരെ റെഡി ആയില്ല. ഇവളെ ഓടിക്കുന്നതിന്റെ കൂടെ ആ കനകത്തിനെ ഇവിടെ ഓടിക്കണം. വസന്തേട്ടാ, ഈ പേഴ്സ്, കാശ് അതൊക്കെ ഭദ്രമായിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കണം. കാശ് കണ്ടാൽ അടിച്ചു മാറ്റുന്ന ചിലരൊക്കെ ഈ വീട്ടിൽ കടന്നു കൂടിയിട്ടുണ്ട്. അത് നേരാ. അജുവേട്ടൻ പറഞ്ഞു, കുറച്ചു കാലമായത്രേ അവരിവിടെ പറ്റിക്കൂടി ഇവിടുത്തെ കാശില് ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്താ പറഞ്ഞേ? ഏയ് ഒന്നില്ല, ഞാനൊരു തമാശ പറഞ്ഞത്. തമാശയൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞങ്ങ് ചിരിച്ചാ മതി. എന്നോട് തമാശിക്കാൻ വരല്ലേ. ഞാൻ വിചാരിച്ചാലേ ഇവിടെ പലതും നടക്കും. അത് പിന്നെ എനിക്കറിയില്ലേ. എന്റെ അങ്കിളെ, ആന്റി ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള ആളാ. ഇവക്ക നല്ല ഫ്രഷ് ടൊമാറ്റോയെ ഒരു നിമിഷം കൊണ്ട് ആന്റി അഴുകിയ ടൊമാറ്റോ ആക്കും. നല്ല വെള്ളരിക്കയെ ചീഞ്ഞ വെള്ളരിക്കയാക്കും. ആ ആന്റി, ചീഞ്ഞ പച്ചക്കറിയൊക്കെ എടുത്തതിന് ശേഷമേ കൈ സോപ്പിട്ട് കഴുകിയായിരുന്നോ? എന്താടി പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? സ്റ്റോർ റൂമിൽ നിന്നും അഴുകിയ പച്ചക്കറിയൊക്കെ വാരി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സഞ്ചിയിലിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് കൈ സോപ്പിട്ട് കഴുകിയോന്നാണ് ഞാൻ ചോദിച്ചത്. അയ്യോ, അത് പൂജമോൾ എങ്ങനെ അറിഞ്ഞു? ദിവ്യദൃഷ്ടി. അങ്കിളെ, എനിക്ക് കൊച്ചിലെ മുതലേ ഭയങ്കര ദിവ്യദൃഷ്ടിയാ. ഇന്നിപ്പൊ നടന്ന സംഭവങ്ങൾ ഞാൻ പറയാട്ടോ. ആന്റി എന്റെ കയ്യിൽ നിന്ന് ബില്ല് ഒത്തു നോക്കാനെന്നും പറഞ്ഞ് സഞ്ചി വാങ്ങി സ്റ്റോർ റൂമിൽ ചെല്ലുന്നു. 4 പാടും നോക്കുന്നു. അഴുകിയ ടൊമാറ്റോ ഒക്കെ എടുക്കുന്നു. വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെയൊക്കെ തന്നെയല്ലേ ആന്റി? നീ ഇതെങ്ങനെ കണ്ടു? അമ്മേ, ഞാൻ വീഡിയോ എടുത്തമ്മേ. അയ്യോ, നിന്റെ ഷൂട്ടിംഗ് എല്ലാം ഞാൻ നിർത്തുന്നുണ്ട് ഒരു ദിവസം. അതെ, ഞാൻ ഇതൊക്കെ ചെയ്തു. നീ കൊണ്ട് കേസ് കൊടുക്കടി. നിന്റെ ഒപ്പം വക്കീലുണ്ടല്ലോ. എടി, നീ ഇന്ന് വഴിയിൽ വസന്തേട്ടൻ അമ്മയെ കണ്ടില്ലേ? ആഹാ, ആന്റിക്കും ദിവ്യദൃഷ്ടിയുണ്ടോ? ഓ, ആ വാർത്ത എങ്ങനെ കിട്ടിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അങ്കിളുടെ അമ്മയെ കണ്ടില്ല, അങ്കിളിനെ പ്രസവിച്ച സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയെ അമ്മയായിട്ട് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അമ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ? എടി, നീ അർത്ഥമൊന്നും പഠിപ്പിക്കണ്ട. നിന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനുണ്ട്. ആന്റി, ഇതുപോലെയുള്ള പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതല്ലാതെ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു പാഠവും സ്വയം പഠിച്ചിട്ടില്ല. പഠിപ്പിന്റെ കുറവ് ആന്റിക്ക് നല്ലോണം ഉണ്ട്. മധു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. വേണ്ട, നീ എന്നെ കളി പഠിപ്പിക്കാൻ വരണ്ട. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. ആന്റി, ഇതേതോ സിനിമയിലെ ഡയലോഗ് അല്ലേ? ആന്റിയുടെ രീതികൾ മൊത്തം സിനിമാറ്റിക്കാ. അപ്പോ ഞാനും സിനിമ ഡയലോഗ് തന്നെ പറയാം. പക അത് വീട്ടാനുള്ളതാണ്. സൂപ്പർ സിനിമ, അത് ഞാൻ 4 വട്ടം കണ്ടു. പക വീട്ടാനുള്ളതോ?
എന്നാലൊന്ന് വീട്ടിൽ നോക്ക്, ഞാനൊന്ന് കാണട്ടെ. കാണിച്ചു തരട്ടെ? കാണിക്കടി. കാണിക്കാം, ഒരു ചെറിയ ഡ്രാമ കാണിക്കാം. അങ്കിളെ, ഈ ചായ അങ്കിളിന് ഇതായിരുന്നു. അയ്യോ, നിങ്ങളുടെ ഡയലോഗിനിടയിൽ എങ്ങനെ ചായ എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര ചൂട്. ഇനി ഈ ചായ അതിങ്ങി താ. ആ, ഇത് ആന്റിക്ക് കുടിക്കാനുള്ളതല്ല, ആന്റിയുടെ മുഖത്ത് ഒഴിക്കാൻ കൊണ്ടുവന്നതാ. മധു, എങ്ങനെ എന്റെ മുഖത്തൊഴിക്കാൻ കൊണ്ടുവന്നതോ? ഒന്ന് കാണണമല്ലോ. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ. ചൊണയുണ്ടെങ്കിൽ എന്റെ മുഖത്ത് ഒഴിക്കടി. അല്ല മോളെ, അത് പിന്നെ ഒഴിക്കടി. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? അത് വെല്ലുവിളിക്കണ്ട, അവള് ചിലപ്പോ ഒഴിച്ചു കളയും. അയ്യോ, അച്ഛാ, അമ്മേ, അജുവേട്ടാ, അയ്യോ, എന്റെ മുഖത്ത് ചൂട് ചായ ഒഴിച്ചേ. അയ്യോ, അജുവേട്ടാ. ആരുല്ലേ? അമ്മേ, അമ്മേ, എന്താ മോളെ? എന്താ മോളെ? എന്താ മോളെ? മോളെ പൂജ. അജുവേട്ടാ, അജുവേട്ടാ, ഒന്ന് വേഗം വാ. എനിക്കറിയില്ല. എന്താ എന്താ കാര്യം? എന്താന്ന് വെച്ചാ കാര്യം പറ. എന്താ മോളെ? എന്താ കാര്യം? പൂജ, എന്തു പറ്റി? എന്റെ മുഖത്ത് മധു എന്റെ ചൂട് ചായ ഒഴിച്ചു. അയ്യോ, സത്യമായിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. മോളെ, മധു കുട്ടിയുടെ മുഖത്ത് ചായ വെച്ചെന്നാണോ പറഞ്ഞത്? മോള് പോയി മുഖം കഴുകു. ചെല്ല്. അകലെ ഓയിൽമെന്റ് വല്ലോണ്ട് എടുത്തേ. മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. വണ്ടി എടുക്ക്. ചെല്ല്. അതൊന്നും വേണ്ടമ്മ, ഇപ്പൊ ആശുപത്രി പോണ്ട. ഇപ്പൊ പെയിനുണ്ടോ? വേദന ഇപ്പൊ കുറവുണ്ട് അജുവേട്ടാ. അല്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണോ ചായ ഒഴിച്ചത്? എന്റെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ചായ കൊണ്ടുവരാൻ താമസിച്ചത് എന്താണെന്ന് ചോദിച്ച എന്റെ മുഖത്ത് ഒഴിച്ചത്. കള്ളി, ഓടിച്ച കള്ളി, പച്ച കള്ളം പറയുന്നു. ആന്റി നിർത്ത്. ഇവൾ അനാഥയാണ്, ശരിയാണ്. പക്ഷെ ഇപ്പൊ എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയെ വേദനിപ്പിക്കുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ചൂട് ചായ മുഖത്തൊഴിച്ച അതിന്റെ വകുപ്പ് ഏതാണെന്നറിയോ? അതോ നീ ചെയ്ത് കടന്ന കൈയായി പോയി. എന്റെ ഏട്ടാ, ഇവള് കള്ളം പറയാണ്. വസന്തം പറ, എന്താ നടന്നത്? മധു ചായ പൂജയുടെ മുഖത്ത് ഒഴിച്ചോ? അങ്കിൾ ഒഴിച്ചു.